ഹായ് മക്കളെ, അപ്പോൾ അതാ ക്രിസ്മസ് എക്സാം എത്താറായി എന്നുള്ളത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ക്രിസ്മസ് എക്സാം നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരു ഡിസംബർ 8 to 18 ഈ ഒരു ടൈമിലായിരിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ എഡ്യൂക്കേഷണൽ കലണ്ടറാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ കലണ്ടർ പ്രകാരം നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ രണ്ടാം പാദവാർഷിക പരീക്ഷ ആരംഭം 11 കൊടുത്തിട്ടുള്ളത്. അതായത് ഡിസംബർ 11 നിങ്ങൾക്ക് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. രണ്ടാം പാദവാർഷിക പരീക്ഷ ഡിസംബർ 11 സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടാം പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ അടയ്ക്കുന്ന ദിവസം ഡിസംബർ 19. ഓക്കെ അല്ലേ? അപ്പോൾ ഏകദേശം ഡേറ്റ് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ 11 സ്റ്റാർട്ട് ചെയ്യുന്നു, 11, 12, പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആണ്, പിന്നെ സൺഡേ, പിന്നെ 15, 16, 17, 18 വരെ ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. 19 സാധാരണ എക്സാം ഉണ്ടാവാറില്ല. കാരണം 19 എന്ന് പറയുന്ന ഒരു ദിവസം അവിടെ മാറ്റി വെക്കും. കാരണം എന്തെങ്കിലും കാരണവശാൽ മറ്റേതെങ്കിലും എക്സാം ഒന്ന് മാറ്റേണ്ടി വന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം അല്ലെ ജസ്റ്റ് ഒരു ദിവസം മാറ്റി വെക്കും. അങ്ങനെയായിട്ട് 19 നമുക്കത് മാറ്റി വെക്കുന്നതായിരിക്കും. സോ 18 വരെയുള്ള ഈ ഒരു ഡേറ്റിൽ, അതായത് 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ അതാണ് 5 ദിവസങ്ങൾ. അതിൻ്റെ ഇടയിൽ എന്താണ് നിങ്ങൾക്ക് ഓണം എക്സാം നിങ്ങൾക്ക് കണ്ടില്ലോ. ഓണം എക്സാം എന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഒക്കെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ മാത്രമേ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സെക്കൻഡ് സാറ്റർഡേ, ഒരു സൺഡേ ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ എന്താണ് ഒരു 3 ലീവുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളാം. 11 സ്റ്റാർട്ട് ചെയ്യും. റെഡി? ഇനി എത്ര ദിവസം മുന്നിലുണ്ട് ഓർത്തോളാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഒരു നമുക്കിപ്പോൾ എന്താണ് ടൈം ടേബിൾ. ഓക്കെ, ടൈം ടേബിൾ എപ്പോഴാണ് വരിക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് എക്സാം ടൈം ടേബിൾ? പൊതുവേ നമുക്കറിയാം എക്സാമിനോട് കുറച്ചടുത്തായിട്ടാണ് വരാറ്. അപ്പോൾ ദയവേത് എന്ത് ചെയ്യാതിരിക്കുക, ടൈം ടേബിൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാം എന്നുള്ള ആ ഒരു കാര്യം കൂടി മാറ്റി വെക്കുക. ഇപ്പോഴേ പഠിച്ചു പോയിക്കൂടാ. ഓക്കെ, എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന പരിപാടിയല്ല. ടൈം ടേബിൾ ഏകദേശം എക്സാമിനോട് അടുത്തുള്ള ടൈമിലായിരിക്കും വരിക. സോ അതിനുശേഷം നിങ്ങൾക്ക് തീരും സമയമുണ്ടാവില്ല. നമ്മൾ പറഞ്ഞത് നവംബർ 15 ആണ്. അതിന് മുൻപ് നമ്മുടെ സിലബസ് ക്രിസ്മസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് സിലബസുകൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? സെറ്റ്. നമ്മുടെ ബാച്ചിൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നവംബർ 15 ആകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആക്കിയിരിക്കും. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ പെട്ടെന്ന് തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തോളുക, മറക്കണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഡിസംബർ 11. ഓക്കെ.